ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വലിയവനായി ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ യേശുവിനെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവം ഈ തലമുറയിൽ നൽകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഒരു വിഷയം നീതിമാന്മാരുടെ ഇടയിലെ ദുഷ്ടന്മാർ. നമുക്കറിയാം, നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, രണ്ട് തരം ദുഷ്ടന്മാരുണ്ട്. ഒന്ന് ലൗകികരായിരിക്കുന്ന ദുഷ്ടന്മാരും, രണ്ട് ആത്മീയരുടെ ഇടയിലെ ദുഷ്ടന്മാരും. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം ദൈവവചനത്തിൽ കൂടെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്ക് ഒരു നിമിഷം കുറച്ച് സമയം കൂടെ ദൈവസ്ഥയിലായിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞല്ലോ, ലൗകിക പുരുഷന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ലോകരുടെ ഇടയിലെ ദുഷ്ടന്മാർ. നമ്മൾ ദിനംതോറും വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്നത് പോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് ദോഷം വരുത്തി, നമ്മുടെ രാജ്യങ്ങൾക്ക് ദോഷം വരുത്തി, മനുഷ്യർക്ക് ദോഷം വരുത്തി, മതങ്ങൾക്ക് ദോഷം വരുത്തി പ്രവർത്തിക്കുന്ന മനുഷ്യരെ നമ്മൾ ദുഷ്ടരെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലുള്ള നിഷ്ഠൂരമായ പ്രവർത്തികൾ, എന്ന് വെച്ചാൽ നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ ദുഷ്ടന്മാർ എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ ആ വിഷയത്തെ അല്ല ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ദുഷ്ടന്മാരെ ഈ ലോകത്തെ ദൈവം വിധിച്ചോട്ടെ, അല്ലെങ്കിൽ നിയമപരമായി പോകട്ടെ, ഞാൻ അവിടെ തൊടുന്നില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ താലന്തിന്റെ ഉപമ പറയുകയാണ്. ഒരു യജമാനന് കുറച്ച് ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ദാസന്മാരിൽ സെലക്റ്റീവായി 3 പേരെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത ഈ 3 പേരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ 5 താലന്തും, ഒരാളുടെ കയ്യിൽ 2 താലന്തും, ഒരാളുടെ കയ്യിൽ 1 താലന്തും കൊടുത്തു. ഇവരെ വിശ്വസ്തരെന്ന് കണ്ടിട്ടാണ് കൊടുത്തത്. ഒത്തിരി ദാസന്മാരുണ്ട്, തൻ്റെ ഭവനത്തിൽ ഒത്തിരി ദാസീദാസന്മാരുണ്ട്. പക്ഷേ അവരെ ഒന്നും ഈ യജമാനൻ വലിയ സംഭവമായിട്ട് കണ്ടില്ല, വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഇവരെ വിശ്വസ്തരായി കണ്ടിട്ട്, എണ്ണിയിട്ട് ഇവരെ 3 പേരുടെ കയ്യിൽ അവരുടെ പ്രാപ്തി പോലെ കൊടുക്കുവാനിടയായി. 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി. യജമാനൻ വന്നു. അവരുടെ ദ്രവ്യം തിരിച്ചു കൊടുക്കുവാൻ യജമാനൻ പറഞ്ഞപ്പോൾ 5 കിട്ടിയവൻ 5 കൂടെ നേടി 10 എണ്ണമായിട്ട് യജമാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. യജമാനൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു അവരെ മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതായി കാണാൻ സാധിക്കും. 2 കിട്ടിയവനെ അങ്ങനെ തന്നെയാണ്. എന്നാൽ 1 കിട്ടിയവൻ തൻ്റെ ദ്രവ്യം, യജമാനന്റെ ദ്രവ്യം കൊണ്ട് കുഴിച്ചിട്ടു. എന്നിട്ട് യജമാനൻ വന്നപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ചില വാക്കുകൾ ഒപ്പിച്ച് യജമാനന് നേരെ സംസാരിക്കണം. നമുക്കവിടെ 25-ന്റെ 26 വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ യജമാനൻ പറയുന്നൊരു വാക്കുണ്ട്, ബാക്കിയുള്ളവരെല്ലാം നന്നും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പക്ഷെ ഈ തൻ്റെ ദ്രവ്യം കുഴിച്ചിട്ട ഇവനെ നോക്കിയിട്ട് പറയുന്നൊരു വാക്കാണ് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നൊരു വാക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ തന്നെ ദുഷ്ടന്മാരുണ്ട് എന്ന ഒരു സത്യം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആ 3 പേരുടെ ഇടയിൽ നോക്കുമ്പോൾ, മറ്റുള്ളവർ നോക്കുമ്പോൾ 3 പേരും യജമാനന്റെ വിശ്വസ്തരാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കയറി വന്ന അന്യഭാഷയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ലോകർ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും വിശുദ്ധന്മാരെന്നാ ചിന്തിക്കുന്നത്, എല്ലാവരും ആത്മീയരെന്നാ ചിന്തിക്കുന്നത്, എല്ലാവരും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരെന്നാ ചിന്തിക്കുന്നത്, എല്ലാവരും ഇപ്പോൾ കാഹള ശബ്ദം കേട്ടാൽ മുകളിൽ പറക്കുമെന്നാ ചിന്തിക്കുന്നത്. ആരാ? ലോകർ ചിന്തിക്കുകയാണ്. പക്ഷേ
ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, ദൈവം ഏൽപ്പിച്ച കാര്യം, ദൈവം തന്ന സമയം, ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ തന്ന ഏരിയകൾ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറയുടെ ഇടയിൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന സഭയുടെ ഇടയിൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ, നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ, ദൈവം തന്ന കൃപകളെയും ദൈവം തന്ന അനുഗ്രഹങ്ങളെയും നമ്മൾ കുഴിച്ചിടുന്നുവെങ്കിൽ, നമ്മൾ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ദുഷ്ടന്മാർ എന്ന വാക്ക് നമ്മളെ കുറിച്ച് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ആ ഭാഗത്ത് പറഞ്ഞത്, വിശുദ്ധന്മാരുടെ ഇടയിലെ ദുഷ്ടന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവരെ ആരെയും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ആ 3 പേർക്കും യജമാനൻ 3, 5, 2, 1 ദ്രഹ്മ കൊടുത്തിട്ട് പോയി. ഇവിടെ ആരും അറിയുന്നില്ല ഇവൻ കുഴിച്ചിട്ട കാര്യം. പക്ഷെ യജമാനൻ വന്നപ്പോഴാണ് സത്യം പൂർണ്ണമായി വെളിപ്പെട്ടു വന്നത്. നമ്മളെ ഇപ്പോഴെല്ലാവരെയും ആരും അറിയില്ല കേട്ടോ. എല്ലാവരും കൈയടിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും സഭക്കാരും ഒക്കെ പറയും മിടുക്കനാണ്, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനാണ്, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്ന മനുഷ്യനാണ്. പക്ഷേ കല്ലും നെല്ലും പതിരും നല്ലത് തിരിച്ചറിയുന്ന ഒരു ദിവസം താമസിക്കാതെ വരികയാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട യജമാനൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട മണവാളനായ ക്രിസ്തു വേഗത്തിൽ വരാൻ പോവുകയാണ്. വരുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കും, നമുക്ക് വിശ്വസ്തനെണ്ണിയിട്ട് കേട്ടോ, എന്നെ നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നത് വിശ്വസ്തരെന്ന് എണ്ണിയിട്ട, വിശ്വസ്തരായിരുന്നിട്ടല്ല. എന്റെ വിശ്വസ്തത കണ്ടിട്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് ദൈവം എനിക്ക് ചില കൃപകൾ തന്നിട്ടുണ്ട്, എനിക്ക് ചില നന്മകൾ തന്നിട്ടുണ്ട്, എനിക്കൊരു കുടുംബം തന്നിട്ടുണ്ട്, എനിക്ക് തലമുറകളെ തന്നിട്ടുണ്ട്. ഇവരുടെ നടുവിൽ ഞാൻ വിശ്വസ്തരാണ്. ദൈവദാസന്മാരോട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തന്ന ആത്മാക്കളുടെ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങൾക്ക് തന്ന കൃപാവരങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണോ? ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണോ? ഇല്ല എങ്കിൽ ദുഷ്ടനും മടിയനും എന്ന വാക്കിന് നമ്മൾ അർഹരായി തീരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ വീണ്ടും പോകുന്നത്, ഈ ദുഷ്ടന്മാരോട് ദൈവത്തിന് ചിലത് സംസാരിപ്പാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഈ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു താലന്ത് കിട്ടിയവനെ പോലെ നമ്മൾ ചിലത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്ത് ദൈവസനയിൽ നിങ്ങളത് പുറത്തു വരണം. ഇല്ലാത്ത പക്ഷം വളരെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നാളുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അത് ഞാനല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പോൾ ആത്മീയരുടെ ഇടയിലെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഇടയിലെ ദുഷ്ടന്മാരോട് ദൈവത്തിന് സംസാരിപ്പാനുള്ളത് എന്താണ്? വേഗത്തിൽ പോകാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം സങ്കീർത്തനം, അതിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ 22 വാക്യങ്ങൾ വരെ ഒന്ന് പെട്ടെന്ന് ചിന്തിച്ച് ഈ ചെറിയ സന്ദേശം ഇവിടെ നമ്മൾ കുത്തിടാൻ പോവുകയാണ്. അവിടെ പറയുന്നത്, എന്നാൽ ദുഷ്ടനോട്, ഏത് ദുഷ്ടൻ? ലൗകിക പുരുഷന്മാരെ കുറിച്ചല്ല പറയുന്നത്, ആ വിശുദ്ധന്മാരുടെ ഇടയിലുള്ള ദുഷ്ടന്മാർ എന്നതിന്റെ അർത്ഥം ദുഷ്ടനും മടിയനുമായി. ദൈവം തന്ന കാര്യങ്ങളിൽ അവിശ്വസ്തത പുലർത്തുമ്പോൾ ദുഷ്ടൻ എന്ന പേര് വരുന്നുണ്ട്. ദൈവം തന്ന കൃപാവരങ്ങളിൽ അവിശ്വസ്തത പുലർത്തിയപ്പോൾ ദുഷ്ടൻ എന്ന പേര് വന്നിട്ടുണ്ട്. ദൈവം തന്ന കുടുംബ ജീവിതത്തിനകത്ത് അവിശ്വസ്തത വന്നപ്പോൾ, ദൈവം തന്ന തലമുറകളോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ, ദൈവം തന്ന വിശ്വാസികളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് തന്ന പച്ചയായ ദൈവിക ഉപദേശങ്ങളെ നിങ്ങൾ മറയ്ക്കുമ്പോൾ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ മറച്ചു കെട്ടുമ്പോൾ, ഇതെല്ലാം ദുഷ്ടതയുടെ മറവിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മളെക്കുറിച്ച് ഒരിക്കലും ദൈവം ദുഷ്ടനെന്ന് വിളിക്കരുത് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. ഈ ദുഷ്ടനോട് ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്നാൽ ദുഷ്ടനോട് 16-ാം വാക്യം, 50-ന്റെ സങ്കീർത്തനം 50-16, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? ഒരു ചോദ്യചിഹ്നം ഇടുക. ആസാഫ് സങ്കീർത്തനം എഴുതുമ്പോൾ 50-ാമത്തെ സങ്കീർത്തനം
16-ാമത്തെ വാക്യത്തിൽ തന്റെ തൂലികകൾ ചലിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഹൃദയപടത്തിൽ കൂടെ ഓട്ടിച്ച് പറഞ്ഞു കൊടുത്ത വാക്കുകൾ തന്റെ കരങ്ങളിൽ കൂടെ എഴുതുവാനിടയായി. താൻ ഇങ്ങനെയാണ് എഴുതിയത്. എന്നാൽ ദുഷ്ടനോട്, ഏത് ദുഷ്ടനെന്ന് നോക്കണം, നമ്മൾ സാധാരണ ദുഷ്ടന്മാരെ അല്ല ഞാൻ പറയുന്നത്, വിശുദ്ധന്മാരുടെ ഇടയിലെ ദുഷ്ടന്മാർ. ആരാണ് ദുഷ്ടനെന്ന് ഞാൻ പറഞ്ഞു തന്നു. ആ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ആസാഫ് അല്ല, ദാവീദല്ല, ഉപദേശിമാരല്ല, ദൈവം അരുളി ചെയ്യുന്നു. എന്താണ്? നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാൻ, എന്ന് വെച്ചാൽ നിനക്ക് പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? ദൈവം തന്ന താലന്തുകളെ കുഴിച്ചിട്ടിട്ട് ദൈവം വിശ്വസ്തനെന്ന് എണ്ണി തന്ന ചില അഭിഷേകത്തെ കുഴിച്ചിട്ടുണ്ട്. രക്ഷാനിർണയത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട്, മാനസാന്തരത്തെ അവഗണിച്ചതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ പാപത്തെ ശുദ്ധീകരിച്ചതിനെ, ആ രക്തത്തെ മലിനമായി കണ്ട എന്നെയും നിങ്ങളെയും നോക്കി പരിശുദ്ധാത്മാവ് ആസാഫിന്റെ അധരത്തിൽ കൂടെയും തന്റെ തൂലികയിൽ കൂടെയും ചലിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനങ്ങളെ അറിയിപ്പാൻ, എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പറയാനും, എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാൻ നിനക്കെന്ത് കാര്യം? എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നിയമം നിന്റെ നാവിൽ എങ്ങനെ എടുക്കും? നിനക്ക് എങ്ങനെ എടുക്കാൻ തോന്നുന്നു? അവിടെ വിശുദ്ധ വേദപുസ്തകം റോമാലേഖനത്തിൽ പറയുന്നു. റോമാലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം നിങ്ങൾ വായിക്കണം. അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? 2, മോഷ്ടിക്കരുത് എന്ന് നീ പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിപ്പിക്കുന്നു. കണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആസാഫ് തൂലിക ചലിപ്പിച്ചപ്പോൾ അവിടെ പറയുന്ന വാക്കാണ്, നീ എന്റെ നിയമത്തെ നിന്റെ വായിലെടുക്കാൻ എന്ത് കാര്യം? റോമാലേഖനത്തിൽ പറയുന്നു, നീ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ് നീ തന്നെ മോഷ്ടിക്കുന്നു, നീ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ വ്യഭിചരിക്കുന്നു. നോക്കണം പ്രിയമുള്ളവർ, എത്ര അർത്ഥമായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. എവിടെയാണ്? വിശുദ്ധന്മാരുടെ ഇടയിൽ. വിശുദ്ധന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്റെ ചട്ടങ്ങളെ എടുപ്പാനും അറിയിപ്പാനും, എന്ന് വെച്ചാൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുവിശേഷം പറയാനും നമുക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയാണ് ദൈവം തന്നതിലുള്ള വിശ്വസ്തത. എന്നെ നിങ്ങളെ വിശ്വസ്തരെന്ന് കണ്ടിട്ടാണ് ദൈവം നമ്മളെ ഈ സ്ഥാനത്താക്കിയത്, വിശ്വസ്തന്മാരായിരുന്നിട്ടല്ല. നിങ്ങളത് ചിന്തിച്ചു നോക്കണം. നമുക്ക് എന്ത് വിശ്വസ്തതയുണ്ട് ഉണ്ടായിരുന്നു? നമ്മൾ ഏതിലാണ് വിശ്വസ്തരായിരുന്നത്? പക്ഷെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി, ആ വേടമൊക്കെ എണ്ണി, എന്ന് വെച്ചാൽ ഞാനിതിന് യോഗ്യനല്ല, ഞാൻ രക്ഷാനിർണയം പ്രാപിപ്പാൻ യോഗ്യനല്ല. ദൈവം ചിന്തിച്ചു, ഇവന് രക്ഷ കൊടുത്ത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ നന്നായി വരും എന്ന് എണ്ണി. ഇവൻ മാനസാന്തരപ്പെട്ട് വന്നാൽ ഇവൻ വലിയ പ്രവൃത്തി ചെയ്യും എന്ന് എണ്ണി. ഇവന് കൃപാവരം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തും എന്ന് എണ്ണി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസ്തനായി നമ്മളെ ചിലത് ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്ന നാട്ടുകാരും സഭക്കാരും വീട്ടുകാരും പാസ്റ്റർമാരും വിശ്വാസികളും കൈയടിക്കും. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നു, നിനക്ക് എന്റെ ചട്ടം അറിയിപ്പാനുള്ള യോഗ്യതയില്ല, നീ എന്റെ നിയമത്തെ വായിലെടുപ്പം നിനക്കെന്ത് കാര്യം? ദൈവം തള്ളി പറയുകയാണ്. ഇനി അടുത്ത വാക്യം, നീ ശാസനയെ വെറുത്തു. ആരോടാ പറയുന്നത്? ഈ വിശുദ്ധനായിരിക്കുന്ന ദുഷ്ടനോട് പറയും. നീ ദൈവം പറയും, ദൈവം നിന്നെ ശാസിച്ചപ്പോൾ നീ എന്ത് ചെയ്തു? ആ ശാസനയെ വെറുത്തു. ധൂർത്തപുത്രന്റെ 2-ാമത്തെ
മൂത്ത മകനുണ്ട്. അവൻ വയലിൽ കിടക്കുകയാണ്. അപ്പനെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ വിളിക്കുകയാണ്. അവൻ ശാസിക്കുകയാണ്, അപ്പനെ തിരിച്ച് ശാസിക്കുകയാണ്. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. നമ്മളും അങ്ങനെയാണ്. പലപ്പോഴും ദൂതുകൾ കേൾക്കുന്നുണ്ട്, അതിനെ ശാസിക്കുന്ന ആ ശാസനയെ നമ്മൾ തിരസ്കരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിനക്ക് ചട്ടമെടുപ്പാൻ അർഹതയില്ല. 2, എന്റെ നിയമത്തിന്റെ വായിൽ എടുപ്പാനുള്ള ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? നീ ദൈവത്തിന്റെ വചനത്തെ ആ വചനത്തിനകത്തുള്ള ശാസ്ത്രയെ നീ വെറുത്താണ് പോകുന്നത്. 2, നിന്റെ വചനങ്ങളെ, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. കാലിന് ദീപമായിരിക്കേണ്ട ദൈവത്തിന്റെ വചനം, മുൻപടയായി പോകേണ്ട ദൈവവചനം, വഴികാട്ടിയായി തീരേണ്ട വചനത്തെ നമ്മളിപ്പോഴെന്ത് ചെയ്തിരിക്കുന്നു? പുറകിലെറിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആത്മീയത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിനിസ്ട്രിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസനയെ വെറുത്തവൻ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവവചനത്തിന്റെ ശാസനയെ വെറുത്തവന് ഒരു കാരണവശാലും ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും മറ്റുള്ളവരോട് പറയാനോ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ വായിലെടുക്കാൻ ഒരു അർഹതയില്ല എന്ന് ആസാഫ് പറയുകയാണ്. 2-ാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തെ അവൻ പുറകിലെറിഞ്ഞു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന് വില കൽപ്പിച്ചില്ല, പുറകിലെറിഞ്ഞു കളഞ്ഞു, ഗണ്യമാക്കുന്നില്ല. പുറകിലെറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലും ദൈവവചനത്തിന്റെ നിയമങ്ങൾ പുറകിലും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. ദൈവവചനം നിങ്ങളുടെ മുമ്പിലും നിങ്ങൾ പുറകിലും പോയി കഴിഞ്ഞാൽ ആ നിയമപ്രകാരം നടത്തുവാനിടയാകും. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നിങ്ങൾ സാധാരണയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ വരണമേ. ഇല്ല, ആ വാക്കിനേക്കാൾ ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാ പറയേണ്ടത്: പരിശുദ്ധാത്മാവേ എന്നെ അങ്ങ് നയിക്കണമേ. അതല്ലേ ശരി? എൻ്റെ കൂടെ വന്നാൽ എൻ്റെ യാത്ര ശരിയല്ല. ഞാൻ മനുഷ്യനാണ്. എൻ്റെ ബുദ്ധി, ജ്ഞാനം, അറിവ്, പരിജ്ഞാനങ്ങളിൽ കൂടെ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ പരിശുദ്ധ അതിൻ്റെ കൂടെ വരണമെന്നാണോ നമ്മൾ വിളിക്കുന്നില്ല. പരിശുദ്ധാത്മയെ അങ്ങ് എന്നെ നയിക്കണം എന്ന് വെച്ചാൽ അങ്ങയുടെ ഇഷ്ടത്തിൽ കൂടെ എന്നെ കൊണ്ടുപോകണം. അങ്ങ് എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ ഭാരത്തിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ കഷ്ടതയിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഉയർച്ചയിൽ കൂടെ ആയിരിക്കാം, നന്മയിൽ കൂടെ ആയിരിക്കാം, തിന്മയിൽ കൂടെ ആയിരിക്കാം, ചില ശാസ്ത്രയിൽ കൂടെ ആയിരിക്കാം, ചില ഗുണീകരണത്തിൽ കൂടെ ആയിരിക്കാം. എന്നെ അതുവഴി കൊണ്ടുപോകണമേ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ ആരെങ്കിലും പുറകിലെറിഞ്ഞവരുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പറയാം: കർത്താവേ എന്നോട് ക്ഷമിക്കണം, ആ ദുഷ്ട മനുഷ്യൻ ഞാനാണ്. കർത്താവേ എന്നോട് ക്ഷമിച്ച്, കർത്താവേ ഇന്നു മുതൽ ദൈവവചന എൻ്റെ മുമ്പിലും ഞാൻ പുറകിലും മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. 2, ദൈവത്തിന്റെ ശാസനയെ ആരെയാണ് ശാസിക്കുന്നത്? അപ്പൻ മക്കളെ ശാസിക്കാറുണ്ട്. എന്തിന്? അവരുടെ നല്ലതിന് വേണ്ടിയാണ്. ദൈവവചനം നമ്മളെ ശാസിക്കുന്നത്, ദൈവത്തിന്റെ ദാസന്മാർ നമ്മളെ ശാസിക്കുന്നത്, ദൈവാലോചനകളിൽ കൂടെ നമ്മളെ ശാസിക്കുന്നത് നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ്. അതിനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ചട്ടം നമുക്ക് എടുക്കാൻ പാടില്ല, മറ്റുള്ളവർ പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ നിയമത്തെ നമ്മുടെ നാവിലെടുക്കാൻ അധികാരം ദൈവം തന്നിട്ടില്ല. 3-ാമത്തെ വാക്യം: കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു. കണ്ടോ? ദുഷ്ടൻ, വിശുദ്ധന്മാരുടെ ഇടയിലെ ദുഷ്ടൻ. കള്ളനെ കണ്ടാൽ, തട്ടിപ്പ് നടത്തുന്നവനെ കണ്ടാൽ അവന്റെ കൂടെ ഈ വിശുദ്ധനും ചേരും. ഹല്ലേലൂയ. എത്ര വിശുദ്ധന്മാരുടെ ഇടയിലെ കള്ളന്മാരുണ്ട്. കോടിക്കണക്കിന് രൂപകൾ സുവിശേഷത്തിന്റെ പേരിൽ വരുന്നുണ്ടല്ലോ. അതിന് കൂട്ടുനിൽക്കാൻ സംഘടനകൾ. കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിനോട് പറഞ്ഞു, വിദേശത്തുനിന്ന് കോടികൾ സാമ്പത്തികമായിട്ട് എവിടെയോ വന്നു. ഒരു ദൈവദാസന്റെ കയ്യിൽ പുള്ളിക്ക് മാറാൻ പറ്റുന്നില്ല. പുള്ളി ഹൈന്ദവരുടെ ഒരു സംഘടനയുടെ അടുക്കൽ പോയി ആ ട്രസ്റ്റിൽ കൂടെ ക്യാഷ് കയ്യിലേക്ക് വാങ്ങിച്ചതായി എൻ്റെ ചെവിയിലെത്തുവാനിടയായി. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഇന്നത്തെ കൂട്ടിങ്ങനെ കള്ളന്മാരെ കണ്ടാൽ കൂട്ടു നിൽക്കുന്നവർ. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ തിരിച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കരുത്. വിശ്വാസികളോട് പറയുന്നു,
ദൈവവചനത്തിന്റെ പത്യ ഉപദേശത്തിന് അയവ് വരുത്തുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ കള്ളനാണ്. അല്ലേ? സ്തോത്രം. മാൻ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വളച്ചൊടിക്കുന്നവന്റെ കൂടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കള്ളന് തുല്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എന്താണ് പറയുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 32-ാം വാക്യം എന്താണ് പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കള്ളന്മാരോട് കൂട്ടുനിൽക്കുന്നവർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരായ ദൈവദാസന്മാരെ, തല പോകേണ്ടി വന്നാലും ദൈവവചനത്തിന്റെ സത്യത്തിൽ നിൽക്കണം. പണം കിട്ടിയില്ലെങ്കിലും, സ്ഥാനം കിട്ടിയില്ലെങ്കിലും, മാനം കിട്ടിയില്ലെങ്കിലും, സഭകൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനം നണ്ണിയിട്ട് ദൈവം വഴിയിൽ തള്ളിക്കളയില്ല എന്ന് നിങ്ങൾ എണ്ണിയിട്ട് നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ തലപ്പത്ത് നിൽക്കുന്നവൻ കള്ളം ചെയ്താലും അവനോട് കൂട്ടുനിൽക്കരുത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 10 കൽപ്പനയുടെ ഒരു കൽപ്പനയാണ് കള്ള സത്യം ചെയ്യരുത്, കള്ളത്തിന് കൂട്ടുനിൽക്കരുത്. ആത്മീയരുടെ ഇടയിൽ നടക്കുന്ന ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യരുത്, സ്തോത്രം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാനും നിങ്ങൾ ദുഷ്ടന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. കള്ളം പറയുന്നവരുടെ കൂടെ നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മക്കളുടെ ഭാവി നടന്നില്ലെന്ന് വരാം, ഒരു ജോലി കിട്ടിയില്ലെന്ന് വരാം, നല്ലൊരു സഭ കിട്ടിയില്ലെന്ന് വരാം, പ്രൈസ് ദി ലോർഡ്. പണം കിട്ടിയില്ലെന്ന് വരാം, ആഹാരത്തിന് വകയില്ലെന്ന് വരാം, ക്രിസ്തുവിന് വേണ്ടി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ട് നമ്മൾ പോകരുതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. കള്ളന്മാരായി കള്ളനോട് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അടുത്ത് നോക്കണം, അവൻ അനുകൂലിക്കുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. വ്യഭിചാരം ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു, ആത്മീയരുടെ ഇടയിലെ വ്യഭിചാരം. അതിനോട് ചേർന്ന് നിൽക്കുന്നവർ, പങ്കുകൂടുന്നവർ. ഹല്ലേലൂയ, മനസ്സിലായി? വ്യഭിചാരികൾ എന്ന് അവിടെ പറയുന്ന വ്യഭിചാരികളെ ലോക സ്നേഹം, ദൈവത്തോടുള്ള ശത്രുത്വമാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ ആത്മീയ ലോകത്തിനിടയിൽ ലോകവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ലോകവുമായിട്ടുള്ള ബന്ധവും ആത്മീയരുമായി കൂടിക്കലർന്നപ്പോൾ, രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ അതിനോട് നമ്മളും ചേരാൻ വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. വിശ്വാസിയും അവിശ്വാസിയും 2 തട്ടിലാണ് നിൽക്കേണ്ടത്. ഇരുട്ടും വെളിച്ചവും നിൽക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും നിൽക്കേണ്ടത്. അതെ, ഇവിടെ പറയുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. കണ്ടോ? ജീവിതത്തിന്റെ നടുവിൽ ലോക സ്നേഹം, ദൈവത്തോടുള്ള ശത്രുത്വമാണ്. വ്യഭിചാരികളെ, ലോക സ്നേഹം, ദൈവത്തോടുള്ള ശത്രു എന്ന് ലേഖനത്തിൽ ലേഖകൻ പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തോട് ആത്മീയത ഇഴുകിച്ചേർന്ന് നിങ്ങൾ കൊണ്ടുപോകുന്നുവെങ്കിൽ നിങ്ങൾ വ്യഭിചാരികളോട് പങ്കുചേരുന്നവരാണ്. അത് പാസ്റ്റർ ആയിരുന്നാലും, സെൻട്രൽ പാസ്റ്റർ ആയിരുന്നാലും, ചെറിയ പാസ്റ്റർ ആയിരുന്നാലും, വലിയ പാസ്റ്റർ ആയിരുന്നാലും, ഏത് പ്രവാചകനായിരുന്നാലും, ഒരു വിശ്വാസിയായിരുന്നാലും, ലോകവും ആത്മീയതയും ഒന്നിച്ച് കൊണ്ടുപോകുന്നെങ്കിൽ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുന്നു അത് വ്യഭിചാരമാണ്. അത് നിങ്ങൾ പങ്കുകൂടുകയാണ്. അതിന് കൈയടിക്കരുത്, അതിന് സ്തോത്രം പറയാൻ ഇരിക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, കള്ളനെ കണ്ടാൽ കൂട്ടുനിൽക്കുന്നു, വ്യഭിചാരികളോട് പങ്കുകൂടുന്നു. ഇനി അടുത്ത 19 വാക്യം, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നാവ് ശരിയല്ല. ഇതെല്ലാം ദുഷ്ടന്റെ സ്വഭാവമാണ്. ആത്മീയരുടെ ഇടയിൽ, വിശുദ്ധന്മാരുടെ ഇടയിൽ, ദുഷ്ടന്മാരുടെ ഇടയിൽ സ്വഭാവമാണ്. സ്തോത്രം. അവന്റെ വായ് എന്ത് ചെയ്യുന്നു? ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ആവശ്യമില്ലാത്തതെല്ലാം പറയാൻ വിട്ടുകൊടുക്കുകയാണ്. കാണുന്നവരോടും പറയാൻ പാടില്ലാത്തവരോടും എല്ലാം നമ്മുടെ നാവ്, യാക്കോബിന്റെ ലേഖനം 1 അധ്യായം തന്നെ നാവിന് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് ലേഖകൻ.
നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാവിനെ ക്രമീകരിച്ചോളണം. നാവിനെ ക്രമീകരിക്കാതെ അവന്റെ ചട്ടമെടുക്കാൻ നമുക്ക് അവകാശമില്ല. അവന്റെ ന്യായപ്രമാണത്തെ മറ്റുള്ളവരോട് പറയാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല. ദൈവം നിഷേധിക്കുവാനിടയാകും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ശരിയാ. പക്ഷേ വിശ്വസ്തൻ എന്ന് എണ്ണിയിട്ട ആ സ്ഥാനം നമുക്ക് തന്നത് പക്ഷെ നാവിനെ ക്രമീകരിച്ചോളണം. അടുത്ത് പറയുന്നു, നിന്റെ വായി നീ ദോഷത്തെ വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടന്മാരുടെ സ്വഭാവമാണ് വഞ്ചന പിണയ്ക്കുന്നു. നാവ് വഞ്ചന, മറ്റുള്ളവരെ എങ്ങനെ ചതിക്കാം, മറ്റുള്ള സഭയെ എങ്ങനെ മുടിക്കാം, മറ്റൊരുത്തന്റെ വിശ്വാസി എങ്ങനെ ഒതുക്കാം. ആത്മീയരുടെ ഇടയിലെ ദുഷ്ടന്മാരുടെ സ്വഭാവമാണ് എങ്ങനെ അടുത്ത ഇലക്ഷനിൽ എനിക്ക് ജയിക്കാൻ പറ്റും, അതിന് ആരോടൊക്കെ നമുക്ക് കൂട്ടുകൂടണം, ആരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഏതെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടണം, ഏതെല്ലാം കാര്യങ്ങൾ ജനത്തിന് ഇഷ്ടമുണ്ട് ആ രീതിയിൽ കൊണ്ടുവരണം എന്ന് വഞ്ചന പിണയ്ക്കുന്ന നാവ്. ഇനി നിങ്ങൾ നോക്കണം, 20-ാം വാക്യം, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ആരാണ് നിങ്ങളുടെ സഹോദരൻ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന, നിങ്ങൾ കാണുന്ന മനുഷ്യർക്ക് വിരോധമായി ഈ ദുഷ്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത് ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് ആപവാദം പറയുന്നു. എന്ന് വെച്ചാൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവനോട് ആപവാദം പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ഒരപ്പന്റെയും ഒരമ്മയുടെ മക്കളാണ്. അവർക്ക് നേരെ, കൂട്ടുവിശ്വാസികൾക്ക് നേരെ, സ്വന്തം രക്തബന്ധ സഹോദരങ്ങൾക്ക് നേരെ അപവാദം പറയുന്നവൻ ആരാണ്? ദുഷ്ടനാണ്. ഇനി നോക്കുക, മകനെ കുറിച്ച് നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നിരൂപിച്ചു. കണ്ടോ, ഇവയെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യഭിചാരികളോട് കൂട്ടുകൂടുന്നുണ്ട്, കള്ളന്മാരോട് കൂടെ ചേരുന്നുണ്ട്, നാവ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നാവ് വഞ്ചന പിണയ്ക്കുന്നു, സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഈ ദുഷ്ടൻ, വിശുദ്ധനായിരിക്കുന്ന ദുഷ്ടൻ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ദൈവം മിണ്ടാതിരിക്കുകയാണ്. ആ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അയ്യോ എന്നെ പോലെയാണ് ദൈവമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇല്ലെന്നേ. അടുത്ത വാക്യം പറയുന്നു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവയെ നിരത്തിവെക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ദൈവം നിരത്തിവെക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ കണ്ടോ, 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ പറഞ്ഞു, ഓ യജമാനൻ വരത്തില്ല, ഇതൊക്കെ ചുമ്മാ തന്നെ, 5 കിട്ടിയവന് വേറെ ജോലിയില്ല, 2 കിട്ടിയവന് വേറെ ജോലിയില്ല എന്ന് പറഞ്ഞ് അവൻ ദുഷ്ടനും മടിയനുമായിരുന്നപ്പോഴാണ് യജമാനൻ വന്നു കണക്ക് തീർക്കാൻ. ഇതിനകത്തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ഇന്നു മുതലെങ്കിലും ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവഹിതമില്ലാത്ത വാക്കുകൾ, ദൈവഹിതമില്ലാത്ത വഞ്ചനകൾ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളെ എല്ലാം ചതറിപ്പിച്ചുകൊണ്ട്, വചനം മുമ്പിൽ വെച്ചുകൊണ്ട്, നിങ്ങൾ പുറകിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ ശാസനയ്ക്കും ഗുണീകരണത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പോയില്ല എങ്കിൽ ചെയ്യുന്നതെല്ലാം നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ഞാനും നിങ്ങൾ ചെയ്തത് വെളിപ്പെടുത്തി വരേണ്ട ദിവസമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആരും കണ്ടെന്ന് വരില്ല, നിങ്ങൾ പറയുന്നത് ആരും കേട്ടില്ലെന്ന് വരാം. പക്ഷേ ഇത് എത്തിക്കേണ്ടടുത്ത് കാറ്റെത്തിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നു, പുരമേൽ കൊട്ടിഘോഷിക്കുന്ന ഒരു ദിവസം വരികയാണ്. ആകയാൽ ദൈവവചനത്തെ മുമ്പിൽ വിടുക, ദൈവിക ശാസനയ്ക്ക് കീഴ്പ്പെടുക, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കുക. ദൈവം വിശുദ്ധനെന്ന് എണ്ണിയിട്ട എന്നെയും നിങ്ങളെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നത്. ആകയാൽ തിരിഞ്ഞു വരാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് ദൈവദാസൻ എന്നുള്ള നിലയിൽ ഒരു ദൈവിക സന്ദേശം പകരുകയാണ്. ഇനി അടുത്ത വാക്യം, 22-ാം വാക്യം, എന്നാൽ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. 66 പുസ്തകങ്ങൾ വിചിന്തനം ചെയ്ത് പഠിക്കുമ്പോൾ
ഹല്ലേലൂയ. അതിനകത്ത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെ വാക്കുകളുണ്ട്, ശാസനയുടെ ഗുണീകരണത്തിന്റെ വാക്കുകളുണ്ട്. എന്നാൽ ഇത്രമാത്രം ഘനമേറിയ 50-ാം സങ്കീർത്തനം 22-ാം വാക്യം ആസാഫിന്റെ തൂലികയിൽ നിന്നും ഒഴുകി ചേർന്ന് മനോഹരമായിരിക്കുന്ന ഈ വാക്യം പോലെ അതിഭീകരമായൊരു വാക്കുപയോഗിച്ചുകൊണ്ട് കർത്താവ് ഇങ്ങനെ എഴുതി, ഹല്ലേലൂയ, ദൈവത്തെ മറക്കുന്നവരെ. ഹല്ലേലൂയ. കണ്ടോ, ആ യജമാനൻ വരത്തില്ല. യജമാനനെ ആ 1 താലന്ത് കിട്ടിയവൻ മറന്നു, എന്നാൽ 5 കിട്ടിയവൻ മറന്നില്ല കേട്ടോ. 2 കിട്ടിയവൻ മറന്നില്ല. 5 കിട്ടിയവനും 2 കിട്ടിയവനും ഈ വിശുദ്ധ പോർക്കളത്തിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ 1 കിട്ടി, വിശ്വസ്തനെണ്ണി, കഴിവനുസരിച്ച്, ദൈവം പ്രാപ്തി അനുസരിച്ച് 1 തന്നവൻ കുഴിച്ചിട്ടിട്ട് ഹല്ലേലൂയ മറന്നുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുകയാണ്, ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ പാടി, ദൈവത്തെ മറന്നു കുഞ്ഞേ നീ ജീവിക്കരുത്, ദൈവത്തെ മറക്കരുത്. വിശുദ്ധന്മാരെ, ദൈവത്തെ മറക്കരുത്. ദൈവദാസന്മാരെ, ദൈവത്തെ മറന്നുള്ള ഈ പോക്ക് നിങ്ങൾ നിർത്തുക. നിങ്ങൾക്ക് താലന്ത് തന്നത്, നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നത് സഭകളല്ല, സംഘടനകളല്ല, നേതാക്കന്മാരല്ല, പിന്നെയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് കിട്ടിയ നന്മയാണ്. ആ നന്മയിൽ കൂടെ കിട്ടിയ ദൈവം വിശ്വസ്തനം നന്ദി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചിലത് നിങ്ങൾ വിശ്വസ്തയോട് കൊണ്ടുപോകണം. കള്ളന്മാരോട് കൂടരുത്, വ്യഭിചാരിയോട് നിങ്ങൾ കൂടരുത്, ലോക സ്നേഹത്തോട് നിങ്ങൾ ഇഴുകിച്ചേരരുത്. സഭകളെല്ലാം ലോകമോഹങ്ങളിലും ലോക ഇൻപങ്ങളിലും സഭയും വിശ്വാസ കുടുംബങ്ങളും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില ഉപദേശിമാർ പറയുന്നത് പോലെ ആൾക്കാർ വരണമെങ്കിൽ വ്യഭിചാരികൾ സഭയ്ക്കകത്ത് വരണം, മോഷ്ടാക്കന്മാർ വരണം, സ്പിരിറ്റ് മാഫിയകൾ വരണം, ഗുണ്ടകൾ വരണം. എന്തിനാ? മാനസാന്തരത്തോടെ വരാനല്ല, ഇവരൊക്കെ നമുക്ക് വേണമെന്നേ. എന്തിനാ? ഹല്ലേലൂയ. കൺവെൻഷൻ നടത്തണമെങ്കിൽ രാഷ്ട്രീയക്കാർ വേണം. എന്തിനാ? കൺവെൻഷന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. നമുക്കൊരു തലമുറയുണ്ടായിരുന്നു കേട്ടോ, ഒരു പഴയ തലമുറയുണ്ട്. ഞാൻ എല്ലാ മെസ്സേജുകളിലും ഞാനത് ഓർമ്മിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. ഗുണ്ടകളോ ആരൊക്കെ വന്നാലും മുടങ്കാൽ മടക്കി, അവന്റെ മുട്ടിനെ മടക്കി, അവന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു തലമുറയുടെ പിൻതലമുറയാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മറക്കരുത്. രാഷ്ട്രീയക്കാരല്ല നമുക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടത്, ഇവിടത്തെ ഗുണ്ടകളല്ല പ്രൊട്ടക്ഷൻ നടത്തേണ്ടത്, ഇവിടത്തെ പണമല്ല നമുക്ക് കൺവെൻഷനെ വിജയിപ്പിക്കുന്നത്. പിന്നെ എന്തെന്നറിയണ്ടേ? മുഴങ്കാലിലുള്ള ഒരു പ്രാർത്ഥന, ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലേക്ക് ദൈവസഭകൾ കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്നുള്ള നിങ്ങളുടെ ആത്മീയ ജീവിതം, ദൈവത്തെ മറന്നുള്ള നിങ്ങളുടെ ശുശ്രൂഷകൾ, ദൈവത്തെ മറന്നുള്ള കൃപകൾ ഒഴുക്കി കൊടുക്കുന്ന അവസ്ഥകൾ നിങ്ങൾ നിർത്തുക. ഇല്ലെങ്കിൽ അടുത്ത വാക്ക്, ഇത് ഓർത്തുകൊള്ളുവിൻ. ദൈവത്തെ മറക്കരുത്, നിങ്ങൾ ഓർത്തോളണം. ആരെ? ദൈവത്തെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ഞാൻ എൻ്റെ വാക്ക് കുത്തിടട്ടെ, ദൈവം കീറിയാൽ ഇവിടത്തെ ഒരു സ്റ്റിച്ചിങ് മെഷീനോ, ഇവിടത്തെ ഓപ്പറേഷൻ തിയേറ്ററുകൾക്കോ, ഇവിടത്തെ അമൃതയ്ക്കോ അനന്തപുരിക്കോ കിംസിനോ, ഇവിടത്തെ മെട്രോകൾക്കോ ഹല്ലേലൂയ അതിനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയത്തില്ല. ഇവിടത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർക്കോ, ഇവിടത്തെ ഹല്ലേലൂയ വിടുതലിന്റെ ശുശ്രൂഷകർക്കോ, ഇവിടത്തെ അത്ഭുതം ചെയ്യുന്നവർക്കോ മാറ്റം വരുത്താൻ കഴിയില്ല. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞേ, ദൈവത്തെ മറന്നുള്ള നിന്റെ പോക്ക് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മാവിൽ ഞാൻ പറയുന്നു, നിർത്ത്. ഒരുപക്ഷെ ആരും കാണാത്ത നിന്റെ ദുഷ്ടത്തനം, നിന്റെ വഞ്ചന, നിന്റെ സഹോദരന് നേരെ നീ ഉണ്ടാക്കുന്ന പിറുപിറുപ്പുകൾ നിർത്തുക. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുക. ഞാൻ കീറിക്കളയും. ആ വേട് കണ്ടോ? കീറിക്കളയും, കീറിക്കളയും. വിടിവിപ്പാൻ ആർക്കും കഴിയില്ല. പാസ്റ്റർമാർ 21 ദിവസം ഇരുന്ന് ഉപവസിച്ചാലും വിടുതൽ കിട്ടണമെന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒരു സംഭവം ഞാൻ പറയാം, അത് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സഹോദരനുണ്ടായിരുന്നു. അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ അവൻ പിന്മാറ്റക്കാരനായി തീർന്നു. ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്
വരാനുള്ള ചില ദൂതുകൾ ദൈവാത്മാവ് ആലയത്തിനകത്ത് ആരാധനയുടെ വെളിപ്പെടുത്തുവാനിടയായി. വാക്കുകളെ അവൻ തിരസ്കരിച്ചു കളഞ്ഞു. വെറും 23-24 വയസ്സുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അവന് ഒത്തിരി നന്മകളും സമ്പത്തുകളും ദൈവം ഈ 23 വയസ്സിൽ അവന് വാരി കൂട്ടി ദൈവം കൊടുത്തു. പക്ഷേ അവൻ ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്നവനെ ദൈവാത്മാവ് പലപ്പോഴും ഓർമ്മിപ്പിച്ചു. ഞാൻ ഈ അനുഭവം പറയുമ്പോഴും ദൈവത്തെ മറന്നവർ ചിലർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ മറന്ന ചില ദൈവദാസന്മാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസിമാർ കേട്ടുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കേട്ടുകൊള്ളുക, 23 വയസ്സുള്ള ചെറുപ്പക്കാരന് ദൈവം ധാരാളമായ നന്മകൾ കൊടുത്തു. ലക്ഷക്കണക്കിന് രൂപ അവന്റെ കയ്യിൽ വന്നു പോകത്തക്കവണ്ണം അവന് ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ ദൈവത്തെ മറന്നവനെ ദൈവം 3 പ്രാവശ്യം അവനെ ആത്മാവിൽ ഓർമ്മിപ്പിച്ചു. ഒരു ഞായറാഴ്ച, അവസാനത്തെ ഞായറാഴ്ച ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. പക്ഷേ അവൻ ദൈവത്തെ മറന്ന്, ദൈവത്തെ ഓർക്കാതെ അവൻ ആലയം വിട്ടുപോയി. പിറ്റേ ദിവസം അന്ന് വൈകിട്ടും അവൻ ദൈവത്തെ മറന്നുള്ള ചില പ്രവൃത്തികൾ ചെയ്തു. തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ചയായപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അവന്റെ ചെറിയ ജീവൻ അവന്റെ ശരീരത്തിനുണ്ട്. അവൻ അതിന്റെ അധരം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരെ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ അവൻ സമ്പാദിച്ചത് മുഴുവനും അവിടെ ചെലവഴിച്ചു. ദേശത്തുള്ള എല്ലാ ദൈവദാസന്മാരും അവന് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപവാസിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. പക്ഷേ ദൈവം മറന്നു കളഞ്ഞു കേട്ടോ. ലക്ഷങ്ങൾ മുടക്കിയിട്ടും ഡോക്ടർമാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ സെക്കൻഡ് കൊണ്ട് ആ പ്രതീക്ഷ അപ്രത്യക്ഷമായി പോയി. തിരിച്ചവൻ ഡെഡ് ബോഡിയുമായി 23 വയസ്സുകാരന്റെ ഡെഡ് ബോഡിയെ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്നാൽ ദൈവം കീറും, വെടിവിപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഏറ്റു പറയാൻ പോലും ദൈവ സമയം തരത്തില്ല. മാനസാന്തരപ്പെടാൻ പോലും അവസരം തരികയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശുദ്ധന്മാരുടെ ഇടയിലെ ഒരു ദുഷ്ടനാകാനല്ല ദൈവം നിങ്ങളെ വിശ്വസ്തനും എന്നെ തിരഞ്ഞെടുത്തത്. വിശുദ്ധന്മാരുടെ ഇടയിലെ വിശുദ്ധനായി ജീവിക്കാനും ദൈവം എന്ന കൃപകളെ വിശ്വസ്തയോടെ പങ്കിടാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ വാക്ക് കുത്തിടട്ടെ. മത്തായി സുവിശേഷം 25-26 ഇങ്ങനെ പറയുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ. ഹല്ലേലൂയ. എന്നിട്ട് അവസാനം പറയുന്നു, നിന്നെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നു എന്ന വാക്കോടുകൂടെ ആ ഭാഗോടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാന സമയത്ത് ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഒന്നിനോടും വചന വിരുദ്ധമായി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ദുഷ്ടനാണ്. നിങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കുന്ന ദുഷ്ടനാണ്. ഇന്ന് പകൽക്കാലം വചനത്തെ മുമ്പിൽ വിട്ട് ദൈവവചനത്തിന്റെ ശാസനകളിലും ഗുണീകരണത്തിലും ദൈവദാസ വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ തരുന്ന പത്യോപദേശം അല്പം വേദനയാണെങ്കിലും സഹിച്ചു നിന്നുകൊണ്ട്, അതിന് കീഴ്പ്പെട്ടു നിന്നുകൊണ്ട് ദൈവവചനത്തെ മുമ്പിൽ വിട്ട് പോകാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തെ മറക്കരുതേ. പണമുള്ളത് കൊണ്ട്, സ്വാധീനമുള്ളത് കൊണ്ട്, കൃപാവരങ്ങൾ ഉള്ളത് കൊണ്ട്, ശുശ്രൂഷകൾ ഒത്തിരി ഉള്ളത് കൊണ്ട് ദൈവദാസന്മാരെ ദൈവത്തെ മറക്കരുതേ. ദൈവത്തെ മറന്നാൽ ദൈവം കീറും, വെടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. ചില പുള്ളികൾ ഈ വചനം കേട്ട് പറയും അത് പഴയ നിയമത്തിൻ്റെതാണ്. പുതിയ നിയമത്തിൽ യേശു എല്ലാവരും സ്നേഹിക്കുന്നതാണ്. ദൈവത്തെ കളിയാക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് കുത്തിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പലപ്പോഴും ഞങ്ങളെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി വിശുദ്ധനാകാൻ ദൈവം ഞങ്ങളെ വിളിച്ചിട്ടും വിശുദ്ധന്മാരുടെ ഇടയിൽ ദുഷ്ടനായി ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ദൈവാത്മാവ് കാണുന്നല്ലോ അപ്പച്ച. ദൈവമേ, ഈ പോക്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ
ദൈവത്തെ ഞങ്ങൾ മറക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ മറന്നുപോയാൽ ദൈവം ഞങ്ങളെ കീറിക്കളയും. വിടിവിപ്പാൻ ആർക്കും കഴിയില്ല. ഒരു ആശുപത്രിക്കോ ഒരു സ്പെഷ്യൽ ഡോക്ടർക്കോ ഒരു മരുന്നുകൾക്കോ കർത്താവേ അപ്പച്ച ഇവിടുത്തെ പ്രവാചകന്മാർക്കോ ഇവിടത്തെ അത്ഭുതം ചെയ്യുന്ന ഉപദേശിമാർക്കോ എന്തിനു പറയുന്നു, ഒരു മാനസാന്തരത്തിന് പോലും അവസാനം ഒരു അവസരം ലഭിക്കാതെ വണ്ണം ദൈവത്തിന്റെ കരം ന്യായവിധിയായി വരരുത് കർത്താവേ. ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. ദൈവമേ ഞങ്ങളോട് പൊറുക്കണം കർത്താവേ. ഈ രാവിലത്തെ ഈ സന്ദേശത്തിന്റെ നടുവിൽ ചില ദൈവദാസന്മാരെ ദൈവം സന്ദർശിക്കണമേ. ദൈവദാസിമാരോട് ദൈവം ഇടപെടണമേ. ഞങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണം കർത്താവേ. ചിലരുടെ ജീവിതം ഈ സന്ദേശം മുഖേന വിശുദ്ധിയിലോട്ട് കയറി വരുവാൻ, ചില ദുഷ്ടതകൾ വിട്ട് അവിടെ മടങ്ങി വരവിന്റെ ദിവസമാക്കി പരിശുദ്ധാത്മ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. സർവമാനവും മഹത്വവും എല്ലാം കേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തില് നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായി എന്നെ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അവരുടെ ആത്മീയ ഉണർവിന് വേണ്ടി, ആത്മീയ മടങ്ങിന് വേണ്ടി ഷെയർ ചെയ്യുവാൻ, ഗ്രൂപ്പുകളിലും വ്യക്തിപരമായി നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. നമുക്ക് ഒരുമിച്ച് ഈ മിനിസ്ട്രിയിൽ പങ്കുചേരാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അടുത്ത വീഡിയോ വരെ ദൈവാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കട്ടെ. അതിനു മുമ്പ് കർത്താവിന്റെ കാഹള ശബ്ദം കേട്ടാൽ നിത്യതയിൽ ചെന്ന് കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.